ഫ്രണ്ട്സ്, മറ്റുള്ളവർ നൽകിയിട്ടുള്ള മാനസികമായിട്ടുള്ള വേദനകളിലോ മുറിവുകളിലോ കുടുങ്ങിക്കിടക്കുന്നവരാണ് നിങ്ങളെങ്കിൽ എത്രയും വേഗം നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ഒരു ബെറ്റർ വേർഷനിലേക്ക് എത്തേണ്ടതായിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നിരന്തരം ഈ മാനസികമായിട്ടുള്ള വേദനകളിലൂടെ യാത്ര ചെയ്യുമ്പോൾ അത് നമ്മുടെ ഇന്നർ ചൈൽഡിനെ കൂടി മുറിവേൽപ്പിക്കുന്നു അല്ലെങ്കിൽ പ്രഹരമേൽപ്പിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ നഷ്ടപ്പെടുന്ന സ്നേഹത്തെ നമ്മുടെ ഇന്നർ ചൈൽഡ് അത് മറ്റുള്ളവരിൽ ഇങ്ങനെ സീക്ക് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അതിൻ്റെ ഫലമായിട്ട് എന്താണ് സംഭവിക്കുന്നത്? അപ്രതീക്ഷിതമായിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് ഏതെങ്കിലും ഒരു വ്യക്തി വരുന്നു. ഈ മുൻജന്മത്തിലുണ്ടായിരുന്ന എന്തോ ഒരു സൗഹൃദം പോലെ അവർ പെട്ടെന്ന് നമ്മളോട് സൗഹൃദം സ്ഥാപിക്കുന്നു. നമ്മളെ എന്തെന്നില്ലാത്ത സ്നേഹം, എന്തെന്നില്ലാത്ത കരുതൽ, എന്തെന്നില്ലാത്ത കെയറിങ്, ഇതൊക്കെ കാണുമ്പോൾ നാം നമ്മെ തന്നെ അവരിലേക്ക് വീണ്ടും സമർപ്പിക്കുന്നു. വീണ്ടും ആ പഴയ പാറ്റേൺ ഇവിടെ ആവർത്തിക്കുകയാണ് ചെയ്യുന്നത്. എന്താണ്? അഡിക്ഷൻ. നിങ്ങൾ നിങ്ങളുടെ ഭൂതകാലം ഒന്ന് ഓർത്ത് നോക്കിക്കേ. നിങ്ങൾക്ക് എവിടെയോ നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ആ സ്നേഹത്തെയാണ് അല്ലെങ്കിൽ ആ കെയറിങ്ങിനെയാണ് നിങ്ങൾ ഇന്നും സീക്ക് ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. അതൊരു പക്ഷേ നമ്മുടെ പേരൻസിൽ നിന്ന് നമുക്ക് നഷ്ടപ്പെട്ടിട്ടുള്ള ആ സ്നേഹമായിരിക്കാം, അല്ലെങ്കിൽ കെയറിങ് ആയിരിക്കാം, അല്ലെങ്കിൽ പാമ്പറിങ് ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ള ആളുകൾ നമുക്ക് തരേണ്ടിയിരുന്ന ആ ഒരു സ്നേഹമോ അല്ലെങ്കിൽ ബഹുമാനമോ അല്ലെങ്കിൽ അംഗീകാരമോ ഒക്കെ ആയിരിക്കാം. ഇനിയിപ്പോൾ നമ്മുടെ പാർട്ണറിൽ നിന്ന് പോലും നമുക്ക് കിട്ടേണ്ടിയിരുന്ന ആ ഒരു സ്നേഹമോ കെയറിങ്ങോ ഒക്കെ ആയിരിക്കാം നമ്മൾ മറ്റുള്ള വ്യക്തികൾ ഇങ്ങനെ സീക്ക് ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയുന്നത് പോലെ മറ്റുള്ളവർ നമുക്ക് എന്തെന്നില്ലാത്ത ആ സ്നേഹവും ആ ഫീലിങ്സും ഒക്കെ അങ്ങോട്ട് തരുന്നു. വീണ്ടും നമ്മൾ അതിലേക്ക് കുടുങ്ങി പോകുന്നു. ഒരു പക്ഷേ നമ്മൾ ആ വ്യക്തിയെ വെറുക്കുന്നുണ്ടെങ്കിൽ പോലും ആ വ്യക്തി ആദ്യകാലത്ത് നമുക്ക് നൽകിയിട്ടുള്ള ഫീലിങ്സിലാണ് പലപ്പോഴും അഡിക്റ്റ് ആയി പോകുന്നത്. സത്യത്തിൽ ആളുകളിലല്ല നമുക്ക് ഈ അഡിക്ഷൻ ഉണ്ടാകുന്നത്, ആ ആളുകൾ നൽകുന്ന ഫീലിങ്സിലാണ് നമുക്ക് അഡിക്ഷൻ ഉണ്ടാകുന്നത്. അതാദ്യം മനസ്സിലാക്കുക. ഇപ്പോഴും നിങ്ങൾ ആ സ്നേഹം കിട്ടാത്തതിൻ്റെ വേദനയുടെ തടവറയിലാണ് ജീവിക്കുന്നതെന്ന് നിസ്സംശയം പറയുവാൻ കഴിയും. ഫ്രണ്ട്സ്, ഇവിടെ ചെയ്യേണ്ട കാര്യം നമ്മുടെ ഉള്ളിലുള്ള ഇന്നർ ചൈൽഡിനെ ഹീൽ ചെയ്യുന്നതിലൂടെ നമ്മുടേതായിട്ടുള്ള ആ ബെറ്റർ വേർഷനിലേക്ക് നമുക്ക് വരുവാൻ കഴിയും. അതായത് നമ്മുടെ പാസ്റ്റിലുള്ള ഏതെങ്കിലും ട്രോമാസ് അതിനെ എടുത്തുകൊണ്ട് അതിനെ നല്ല രീതിയിൽ ഹീൽ ചെയ്യുവാനായിട്ട് നമ്മൾ ശ്രമിക്കുക. നിരന്തരമായിട്ടുള്ള പരിശ്രമത്തിലൂടെ നമ്മുടെ ഉള്ളിലുള്ള ആ ഇന്നർ ചൈൽഡിനെ നമുക്ക് ഹീൽ ചെയ്യുവാൻ കഴിയും. ഫ്രണ്ട്സ്, നിങ്ങൾ നിങ്ങളുടെ ഇന്നർ ചൈൽഡിനെ ഹീൽ ചെയ്ത് പുതിയ ഒരു സ്വാതന്ത്ര്യത്തിലേക്ക് വരുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങളിലൂടെ നമുക്ക് നമ്മുടെ ഇന്നർ ചൈൽഡിനെ ഹീൽ ചെയ്യാം.